Twins News. നമസ്കാരം, എൻട്രൻസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. JEE Main 2025 ആദ്യ സെഷൻ ഓൺലൈൻ എക്സാം ആരംഭിച്ചു. പരീക്ഷ 30 വരെ. ബിറ്റ്സാറ്റ് എൻട്രൻസ് 2 അവസരങ്ങൾ മെയ് ജൂൺ മാസങ്ങളിൽ. ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിച്ചു. കർണാടക CET 2025 ഓൺലൈൻ ആപ്ലിക്കേഷൻ നാളെ മുതൽ. കന്നഡ ലാംഗ്വേജ് ടെസ്റ്റ് ഏപ്രിൽ 18. UPSC സിവിൽ സർവീസ് 2025 എക്സാം മെയ് 25-ന്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ജനുവരി 22 മുതൽ ഫെബ്രുവരി 11 വരെ. JEE Main 2025 ആരംഭിച്ചു. കഠിന പ്രയത്നത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പൂർണ്ണതയിൽ ഈ അധ്യയന വർഷത്തെ NIT, IIIT എഞ്ചിനീയറിംഗ് പ്രവേശനം തീരുമാനിക്കുന്ന പരീക്ഷ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ ആദ്യ ദിനം അവസാനിക്കുന്നു. കുട്ടികൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാതെ പരീക്ഷയ്ക്ക് മുന്നുള്ള ടെസ്റ്റിംഗ്, വെരിഫിക്കേഷൻ എല്ലാം NTA കൃത്യമായി നടപ്പിലാക്കി. ആദ്യ ദിനത്തെ ഈ കരുതലുകളെക്കുറിച്ചും പരീക്ഷയെ സംബന്ധിച്ചും എക്സാം ഹാളിൽ നിന്നും വിദ്യാർത്ഥികൾക്കൊപ്പം നമ്മുടെ റിപ്പോർട്ടർ വിഷ്ണു ചേരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഏറെ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന JEE Main 2025 എക്സാമിൻ്റെ ഡേ 1 സെഷൻ 1 എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്, പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 15 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണല്ലോ സാർ ഇന്ത്യയിലും പുറത്തായിട്ട് ഇന്നത്തെ എക്സാമിന് വേണ്ടി അപ്പിയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ എക്സാം ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളോട് എങ്ങനെ ഉണ്ടായിരുന്ന എക്സാം, അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിക്കാനുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച NITകളിലേക്കും IIITകളിലേക്കും GFTയിലേക്കുമുള്ള അഡ്മിഷനുള്ള ക്രൈറ്റീരിയയാണ് JEE Main പേപ്പർ 1 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ IITകളിലേക്കുള്ള എക്സാമിനുള്ള എലിജിബിലിറ്റി ആയിട്ടും ഇത് വിലയിരുത്തപ്പെടുന്നു. സോ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോമ്പറ്റീറ്റീവ് എക്സാമുകളിൽ ഒന്ന് തന്നെയാണ് JEE Main. സോ നമ്മുടെ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എക്സാം? ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എങ്ങനെ വിലയിരുത്തുന്നു? അടിപൊളിയായിരുന്നു എക്സാം പോയത്. പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും കുറച്ചുകൂടി സ്മൂത്ത് ആയി പോയി. കുറച്ചുകൂടി എളുപ്പമായിരുന്നു. ഫിസിക്സിലേക്ക് വരുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഫിസിക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ? ഫിസിക്സ് ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുമ്പോൾ ഞങ്ങൾ JEE മോഡൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ആ ഒരു പാറ്റേൺ തന്നെ വന്നിട്ടുണ്ട്. അതേ പാറ്റേൺ തന്നെ. ഈസി ആണോ, ഡിഫിക്കൽട്ട് ആണോ, മീഡിയം? ഫിസിക്സിനെ എങ്ങനെ വിലയിരുത്തുന്നു? മീഡിയം. ഇനി കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ എന്ത് പറയുന്നു? എല്ലാം എളുപ്പമായിരുന്നു. നമ്മൾക്ക് എക്സാമിന് തരുന്ന അതേ പാറ്റേണിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുറേ ഉണ്ടായിരുന്നു. ബ്രില്യൻ്റെ മോഡൽ എക്സാംസ് ഒക്കെ എഴുതുന്നതുകൊണ്ട് തന്നെ നല്ല എളുപ്പമായിട്ട് തന്നെ തോന്നി. 2025 സിവിൽ സർവീസ് എക്സാമിനേഷൻ പ്രിലിമിനറി മെയ് 25-ന് നടക്കും. ഇതിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിച്ചു. UPSC online.gov.in എന്ന വെബ്സൈറ്റ് വഴി UPSC വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്താണ് അപേക്ഷിക്കേണ്ടത്. ഫെബ്രുവരി 11 അവസാന തീയതി. കർണാടകയിലെ മെഡിക്കൽ എഞ്ചിനീയറിംഗ്, നഴ്സിംഗ് തുടങ്ങിയ കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കാൻ കർണാടക CET 2025 അപേക്ഷകൾ തുടങ്ങിയിരിക്കുന്നു. ഏപ്രിൽ 16, 17, 18 തീയതികളിലാണ് പരീക്ഷ. കർണാടക സ്റ്റേറ്റ് ക്വാട്ടയിൽ 25% സീറ്റുകൾ കാസർഗോഡ്, മഞ്ചേശ്വരം നിവാസികൾക്കും ലഭ്യമാണ്. വിശദാംശങ്ങളിലേക്ക്. കർണാടക സംസ്ഥാനത്തെ മെഡിക്കൽ എഞ്ചിനീയറിംഗ്, നഴ്സിംഗ്, വെറ്റിനറി, ആയുർവേദം തുടങ്ങിയ കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കുവാൻ ആഗ്രഹിക്കുന്ന കർണാടക സ്റ്റേറ്റ് ക്വാട്ടയ്ക്ക് അർഹതയുള്ള കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഒരു വലിയ അവസരമാണ് കർണാടക CET 2025. ഏപ്രിൽ 16, 17, 18 തീയതികളിൽ നടക്കുന്ന ഈ പരീക്ഷയ്ക്കുള്ള ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു കഴിഞ്ഞു. കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും ഇതിനായി അപേക്ഷിക്കാം. കാസർഗോഡ്, മഞ്ചേശ്വരം താലൂക്കുകളിലെ വിദ്യാർത്ഥികൾക്കാണ് കർണാടകയിലെ കോളേജുകളിൽ 25% സീറ്റുകൾക്കായി അപേക്ഷിക്കുവാൻ സാധിക്കുന്നത്. കർണാടകയിലെ മാനേജ്മെന്റ് ക്വാട്ടയിൽ BSc നഴ്സിംഗ് കോഴ്സിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന കേരളീയർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങളിലുള്ള CET പരീക്ഷ എഴുതണം. MBBS മാനേജ്മെന്റ് സീറ്റുകളുടെ കാര്യത്തിലേക്ക് വന്നാൽ NEET 2025 വഴി കർണാടകയിലെ വാർഷിക ഫീസ് 12 ലക്ഷം രൂപ വരുന്ന MBBS മാനേജ്മെന്റ് സീറ്റുകളിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർക്ക് CET ഓൺലൈൻ പോർട്ടൽ വഴി അപേക്ഷിക്കാം. സെയിന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും CET പോർട്ടൽ വഴി അപേക്ഷിക്കാം. എന്നാൽ ഇവർക്ക് പ്രത്യേക പരീക്ഷ എഴുതേണ്ടതില്ല. അപേക്ഷിക്കേണ്ട വിധം ഇപ്രകാരമാണ്: CET.online.karnataka.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ആവശ്യമായ വിവരങ്ങൾ നൽകി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുക. ബിറ്റ്സ്, പിലാനി, ഗോവ, ഹൈദരാബാദ് എന്നീ ക്യാമ്പസുകളിലെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചു. മെയ് 26, 30, ജൂൺ 22, 26 തീയതികളിൽ നടക്കുന്ന ഓൺലൈൻ പരീക്ഷകൾക്കായി ഏപ്രിൽ വരെ അപേക്ഷിക്കാം. 2024 +2 പാസ്സായവർക്കും 2025 ബോർഡ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും അപേക്ഷിക്കാം. കേരളത്തിൽ തിരുവനന്തപുരം, കൊച്ചി എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. ഉയർന്ന പെർസെന്റൈൽ സ്കോർ അടിസ്ഥാനമാക്കി ജൂലൈ 9 മുതൽ പ്രവേശന നടപടികൾ ആരംഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് bitsadmission.com സന്ദർശിക്കുക. ഇന്നത്തെ എൻട്രൻസ് ന്യൂസ് ഇവിടെ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി.